നമുക്ക് കേരള സ്റ്റോറി 2 ഇറക്കിയ ഡയറക്ടറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂപ്പരോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഓക്കെ, നിങ്ങളല്ലേ കേരള സ്റ്റോറി 2ന്റെ ഡയറക്ടർ? നമ്മളാ കേരള സ്റ്റോറിന്റെ ഡയറക്ടർ. പിന്നെ നിങ്ങൾ കേരള സ്റ്റോറി 2 നിങ്ങളെ കേരളത്തിനല്ല ഉദ്ദേശിച്ചെന്ന് പറയണ്ടല്ലോ, അത് ഞങ്ങൾ കേരളത്തിനല്ല ഉദ്ദേശിച്ച് ഇറക്കിയത്, നമ്മൾ വേറൊരു ഇതിനാണ് ഉദ്ദേശിച്ച് ഇറക്കിയത്. നിങ്ങൾ അങ്ങനെ പറയണ്ടല്ലേ? തല്ലിട്ടിയെന്ന് ചോദിക്കണ്ട. അതെന്താ സംഭവിച്ചാലേ നമ്മൾ നിങ്ങളെ തല്ലാൻ വിചാരിച്ചല്ല, ബാഹുബലിന്റെ ഡയറക്ടർക്ക് കൊടുക്കാൻ വിചാരിച്ച. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടിപ്പോയതാ. പിന്നെ നിങ്ങൾക്ക് എന്നാ കേരള സ്റ്റോറി മാറ്റിയിട്ട് ഗുജറാത്ത് സ്റ്റോറി എന്ന് വല്ലതും ആക്കിക്കൂടെ? അത് ആക്കാനുണ്ടായിരുന്നു, പക്ഷെ കേരളത്തിന്റെ ഒരു സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കേരളം ചെറുതാണ്. അപ്പൊ എന്ത് കേരളത്തിന്റെ സ്പെല്ലിംഗ് നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല. നിങ്ങൾക്ക് ഗോവ സ്റ്റോറി ആക്കിക്കൂടെ? എന്താണ് ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഗോവ മസാജ് സെന്റർ അങ്ങനത്തെ ഗോവയിൽ മസാജ് സെന്ററിന് മാത്രമാണോ പോലെ? അല്ല, ഗോവയിൽ പല പരിപാടി. എന്നാ പിന്നെ നിങ്ങൾക്ക് ജമ്മു കാശ്മീർ മറ്റേ സ്റ്റോറി 2 ആക്കിക്കൂടാ? സ്പെല്ലിങ്ങും കാര്യങ്ങളും നാഗാലാൻഡ് ആക്കിക്കൂടാ? എന്നാ പിന്നെ അവിടെ അതിലെന്താണ് നാഗാലാൻഡിന്റെ സ്പെല്ലിംഗ് പറഞ്ഞാൽ? അത് നാഗാലാൻഡ് കുറച്ച് സ്പെല്ലിംഗ് ഉണ്ട്, എന്താ പറയാനാ. ഗുജറാത്തിന്റെ സ്പെല്ലിംഗ് പറഞ്ഞാൽ ഒരു സ്പെല്ലിംഗ് അറിയാതെ നിങ്ങൾ കേരള സ്റ്റോറി 2 ഇറക്കാൻ വന്നേ? അതല്ല, നമ്മള് കേരളം ചെറുതല്ല, അപ്പൊ കേരളത്തിന്റെ സ്പെല്ലിംഗ് വെച്ചുകൊണ്ട് കേരള സ്റ്റോറി ഇട്ടത്. എന്നാ പിന്നെ ഗോവ കേരളത്തിനെ കാട്ടി ചെറുതാണല്ലോ, അത് ഇട്ടൂടെ ഞങ്ങൾക്ക്? അത് ഗോവ മസാജ് സെന്റർ അങ്ങനത്തെ എന്തെങ്കിലും രൂപത്തിൽ. മസാജ് സെന്ററിന് മാത്രമല്ലടാ ഡയറക്ടറെ പോവാണ്. ഇയാൾ ആള് കാമനാണ് ഗൈസ്, ഇയാളുടെ അടുത്തേക്ക് പോണ്ട. അപ്പൊ നമുക്ക് അടുത്ത ഡയറക്ടർ തപ്പി പോവാം.